കുറെ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു സ്പേസിനെ ഒരു കോമഡിയിലേക്ക് കൊണ്ടുവരാൻ ചാലഞ്ചിങ് ആൻഡ് ഐ തിങ്ക് വെരി നൈസ്. ഏറ്റവും കൂടുതൽ ഇതായത് ഏത് ക്യാരക്ടറാണ്? പാപ്പന്റെയും പിന്നെ നമ്മുടെ സൈജുചാട്ടൻ ക്യാരക്ടർ അറക്കിലാപ്പ് അത് പറയണ്ടല്ലോ ഫണ്ടാണ് അതായിട്ടുണ്ട്. നല്ല രസമുണ്ട്. കോമഡി ഇവിടെ കൊള്ളാം, അടിപൊളിയാണ്, നൈസാണ്. നമ്മൾ ഷാജി പാപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വെയിറ്റിങ് വന്നാണ് ഷാജി പാപ്പന്റെ ടൈമിൽ ഷാജി പാപ്പൻ കിങ് ഷാജി പാപ്പൻ അത് അടിപൊളിയായിട്ടാണ്. വാടയിലേക്ക് നോക്കിക്കോ. ഞാൻ തോക്ക് ഉണ്ടാക്കും പറഞ്ഞപ്പോ നീയൊക്കെ പറഞ്ഞു കുറെ ഉണ്ടാക്കുന്നു. ഞാൻ നോക്കടാ തോക്ക് നല്ല ബെസ്റ്റ് സാധനം. ഇനി പറമ്പിൽ ആനയോ പന്നിയോ മറ്റോ കയറിയാല് ഒറ്റ പിടിക്കും പോലെ കേൾക്കണം. ഓ ഇനി ഇത് പൊട്ടാനായിരിക്കും. എന്റെ ഹൈറേഞ്ച് വന്നിട്ട് എന്റെ പിള്ളേരെ പേടിപ്പിക്കുന്ന നാറികളെ. ഈ സൗണ്ട് ഞാൻ ഇപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. ഉപ്പുമുളകിനെ അഭിനയിക്കാൻ പറ്റി, കുറച്ച് സിനിമയിലൊക്കെ ചെറിയ നോക്കാൻ പറ്റി. അതുകൊണ്ട് ആട് 2 കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം രഞ്ജി പണിക്കർ സാറിന്റെ സീനിയലുള്ളൂ. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആട് 3-ൽ രഞ്ജി പണിക്കർ സാറിന്റെ ഒരു മാസ സീനുണ്ട്. എല്ലാവരും വന്ന് കാണണം ഈ പടം. എനിക്കത്ര ഇഷ്ടമാണ്. രഞ്ജി പണിക്കർ സാറിന്റെ ഒരു ഉത്സവമാണ് എനിക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പടം പ്രതീക്ഷ പോലൊക്കെ വന്നിട്ടുണ്ടോ സിനിമ? അതാണ് ഞങ്ങള് റേച്ചിന്റെ പൊളിച്ചടിക്കോ? റേച്ചിൽ തന്നെ ആ ഒരു പാട്ട് 2 ചെയ്യുമ്പോൾ പ്രതീക്ഷ കാണത്തില്ലല്ലോ സ്ത്രീ ഉണ്ടാവുമെന്ന്. അപ്പൊ അതെങ്ങനെയുണ്ട്? ആ ഒരു ഫീൽ ഇപ്പൊ എങ്ങനെ തോന്നുന്നു തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോ? ഇനിയൊരു പാട്ടോടെ ഉണ്ട്. അപ്പൊ അതിന്റെയും കൂടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഇടയിൽ പാർട്ട് 2-നും പാർട്ട് 3-ക്കും ഇടയിൽ മറ്റു സിനിമകളൊക്കെ ചെയ്തിരുന്നോ? മറ്റു സിനിമകൾ വേറെ ആട് 3 അല്ലാതെ മറ്റു സിനിമകൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിലവിൽ? ആട് 2 സംഭവിച്ചില്ല. അതിഗംഭീരമായ വിജയത്തിന് ശേഷം എല്ലാവരും ആട് 3 കാണാനായി കാത്തിരിക്കുകയാണ്. എന്തായാലും ആരുടെയും മനസ്സ് പഠിപ്പിക്കില്ല. കാരണം നമ്മൾ ചിന്തിക്കാത്ത തലത്തിലാണ് ആട് 2 എന്തായിരുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിന്തിക്കാത്തതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ടർ സാറും ഇവരെല്ലാവരും ഇത് മേക്ക് ചെയ്തേക്കാണ്. അതുപോലെ നല്ല മേക്കപ്പ് ഒരു വലിയ സിനിമയൊക്കെ അതായത് മറുനാടൻ സിനിമകളൊക്കെ ചെയ്യുന്ന എഫേർട്ട് എടുത്തിട്ടാണ് നമ്മുടെ ആട് 3 ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരുപാട് വേൾഡ് വൈഡായിട്ടുള്ള റിലീസാണെന്നാണ് പറഞ്ഞത്. ഒരു രീതിയിൽ നിരാശപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടല്ലേ കാണണം, കണ്ടിരിക്കണം. പ്രാവശ്യമല്ല ഇത് കാണാനുള്ള വകുപ്പുണ്ട്. ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് ആട് 3 കാണണം. മലയാള സിനിമയ്ക്ക് തന്നെ ഒരു തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തുന്നു. ചിരിക്കാനും പഴയ സ്റ്റോറികളൊക്കെ പുറത്തിറക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു ചെറിയ സീനിലാണെങ്കിൽ ഞാനുണ്ട്. അതിൽ ഒരു സീനിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്നവരെ യുദ്ധത്തിൻ്റെ എല്ലാ സംഭവവും ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫും കൂടി ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അറിയാം. എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തൊരു പടമാണ്. അത്രയും നെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തൊരു പടമാണ്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തത്. ആർക്കും അങ്ങനെ ഇതില്ല, നല്ല അടിപൊളിയാണ്. ചിത്രം ടൈം ട്രാവലിംഗ് ആണ്. ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പം പറഞ്ഞു ഫുള്ള് കണ്ടിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം പറഞ്ഞാൽ ശരിയാകത്തില്ല. അടിപൊളിയാണ്. പറഞ്ഞില്ല പടം അടിപൊളിയാണ്.
വേറെ ഒന്നും ഇപ്പം പറയാൻ പറ്റില്ല അവിടെ ഫുള്ള് കഴിയാൻ പറയാൻ പറ്റില്ല. തമാശ കാര്യങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. രണ്ട് ഭാഗമായിട്ട് രണ്ട് രീതിയിലാണ് രണ്ട് കഥയായിട്ടാണ് പോകുന്നത്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നല്ല തമാശ ഫസ്റ്റ് സെക്കൻഡ് നല്ല എല്ലാവർക്കും നല്ല ത്രില്ലർ പടമാണ്. കോമഡി തമാശ ഫാമിലി എല്ലാവർക്കും തമാശ മലയാളികൾ പ്രതീക്ഷയോടെ കണ്ടിരിക്കുന്നത് കോമഡി മലയാളികൾ കോമഡി എപ്പോഴും സിറ്റുവേഷൻ എന്താണോ ഷോ ആയതുകൊണ്ട് നമുക്ക് അതിന് ഫീൽ ചെയ്യാൻ പറ്റില്ല. കണ്ടെന്ന് വിചാരിക്കുന്നു സർപ്രൈസസ് അതിനകത്തുണ്ട്. ആ ഒരു രീതി അതൊരു ഈ താഴെയുള്ള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു സാധനം നല്ലൊരു പ്രതീക്ഷിക്കുന്നു. അടിപൊളിയാണ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സിനിമ ഓരോരുത്തർ കാണുന്ന പോലെയല്ലേ, ഓരോരുത്തർക്കും ഓരോ രീതി. ചിലർക്ക് ഫസ്റ്റ് ആയിരിക്കും, ചിലർക്ക് സെക്കൻഡ് ആയിരിക്കും, ചിലർക്ക് തേർഡ് ആയിരിക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർ കാണുന്ന കാഴ്ച പ്രേക്ഷകരോട് പറയാനുള്ള എല്ലാവരും പുറത്ത് തിയേറ്ററിൽ പോയി കാണണം. ഉടനെ പ്രതീക്ഷിക്കാം അടുത്ത പാർട്ടി. ഇതിനോട് ചോദിക്കണം. ഓക്കെ. എന്തായാലും കളിപ്പിടിക്കായിരിക്കും. പാവമായിരുന്നു. പടം പൊളിച്ചോ?